അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് OA അതല്ലെങ്കിൽ മുട്ടുവേദന എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ്. മുട്ടുവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര്, പ്രത്യേകിച്ച് വയസ്സായി നിൽക്കുന്ന ആളുകളിലൊക്കെ വല്ലാത്തൊരു പ്രശ്നമായി കണ്ട് നിൽക്കുന്നൊരു അസുഖമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി കാണിച്ചു, ഒന്നിനൊരാക്കം കിട്ടുന്നില്ല. കാണിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറയും, അതേപോലെ തിരിച്ചു വരും. കുറച്ച് കഴിയുമ്പോൾ അതേപോലെ തിരിച്ചു വരും. നീർക്കെട്ട് കപ്പൽ കുറച്ചിലുണ്ടാവും, വേദനയ്ക്ക് കുറവുണ്ടാവും, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, ഒന്ന് ഇരുന്നോടത്ത് എണീക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഭയങ്കര ഒരു വേദന കൊണ്ട് ഉള്ള ഒരവസ്ഥയാണ് ഈ മുട്ടുവേദന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് പരിഹാരമുള്ളത്? നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്തൊക്കെ? ഇതിന് നമുക്ക് ചില സപ്ലിമെൻറ്റ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന കുറച്ച് സപ്ലിമെൻറ്റ്സ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ഭക്ഷണം അല്ലാതെ ചില സപ്ലിമെൻറ്റുകൾ തന്നെ ഗുളികകളായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് നല്ല കുറവുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ മുട്ടുവേദന എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുട്ടുവേദന എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിക്കനൊക്കെ തിന്നുമല്ലോ, നല്ല ലെഗ് പീസൊക്കെ. ഈ ലെഗ് പീസ് തിന്നുമ്പോൾ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു തൊപ്പി പോലെ നിൽക്കുന്ന ഒരു എല്ല് കാണാൻ പറ്റും. നമ്മളിങ്ങനെ കടിച്ചിട്ട് കളയുന്ന, അല്ലേ, ഒരു ബലം കുറഞ്ഞ എല്ല്. നമ്മൾ ഈ ചെവിൻ്റെ എല്ലൊക്കെ അല്ലേ, ഇതൊരു എല്ലാണ് ശരിക്കും പറഞ്ഞാൽ, ഒരു കട്ടി കുറഞ്ഞ എല്ല്. ഇതേപോലത്തെ എല്ല് നമ്മൾ ഈ എല്ലിൻ്റെ പുറത്ത്, ലെഗ് പീസിൻ്റെ പുറത്ത് കാണാൻ പറ്റും. ഇതേപോലത്തെ ഈ കനം കുറഞ്ഞ ഒരു എല്ല് നമ്മുടെ ഈ മുട്ടിൻ്റെ അവിടെയുണ്ട്. മുട്ടിൻ്റെ 2 എല്ലുകൾ കൂടുന്നതിൻ്റെ ഇടയിൽ. ഇത് എന്തിനാണ് അതിൻ്റെ ഇടയിലെന്ന് വെച്ചാൽ, നമ്മൾ ഈ എല്ലുകൾക്ക്, യഥാർത്ഥ എല്ലുകൾക്ക് ജീവനുണ്ട് മീൻസ് അതിന് സെൻസേഷൻസ് അറിയാൻ പറ്റും, വേദന അറിയാൻ പറ്റും. അപ്പോൾ ഈ എല്ലുകൾ രണ്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമ്പോൾ ഇങ്ങനെ ഉരതിയ അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. അത് കളയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ഒരു എല്ലാണ് ഈ കനം കുറഞ്ഞ എല്ല്. അതാണ് നമ്മൾ ഈ ചിക്കൻ്റെ എല്ല് കാണുമ്പോൾ കഴിക്കുമ്പോൾ പറിച്ച് കളയുന്ന എല്ല്. അപ്പോൾ ആ എല്ല് അവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വേദന അറിയില്ല, നടക്കുമ്പോൾ നമ്മൾ അറിയുപോലുമില്ല മുട്ട അവിടെ ഉണ്ട് എന്നുള്ളത്. പക്ഷേ കാലം കഴിയുമ്പോൾ, കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ട്, സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സ് നിന്ന് കഴിഞ്ഞാൽ, പുരുഷന്മാരിലാണെങ്കിൽ ഒരുപാട് നടക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ, വെയിറ്റ് എടുക്കുന്ന ആളുകൾ, വെയിറ്റ് നന്നായിട്ട് കൂടിയ ആളുകളിലൊക്കെ ഈ ഇതിന്മേൽ പ്രഷർ വരും. ഈ എല്ലിൻ്റെ പുറത്ത് പ്രഷർ വരുന്നു വരുതി ഇതങ്ങോട്ട് തേഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ യഥാർത്ഥ എല്ല് ഉരതാൻ തുടങ്ങും. അത് ഉരതാൻ തുടങ്ങിയ അസഹ്യമായിട്ടുള്ള വേദനയായിരിക്കും. അതാണ് ഈ മുട്ടുവേദന എന്ന് പറഞ്ഞിട്ട് ആളുകളെല്ലാവരും പറയുന്ന അസുഖം എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്ന OA എന്ന് ഞങ്ങൾ ചുരുക്കി വിളിക്കാറുള്ള അസുഖം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിനെന്താണ് പ്രതിവിധി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതാണ് ഈ ഉരതി പോകുന്ന അവസ്ഥ ഇല്ലാതാക്കുക. അതിന് വേണ്ടെന്നാണ് ചെയ്യേണ്ടത്. പിന്നെ ഒന്ന്, പെട്ടെന്ന് ഉരതിയാൽ തേയാത്ത എല്ലാക്കിയിട്ട് ഇതിനെ മാറ്റുക എന്നുള്ളതും അതും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ. എല്ലിൻ്റെ ബലം കുറഞ്ഞ പെട്ടെന്ന് തേഞ്ഞു പോകും. ചോക്കപ്പൊടി തേയുന്ന പോലെ തേയൂലല്ലോ, നമ്മുടെ വേറെ കല്ലൊന്നും തേയൂല, പെട്ടെന്ന് തേയില്ല, കാരണം കട്ടി കൂടുതലുള്ള പോലെ. അപ്പോൾ ആദ്യം ഇത് കട്ടി കൂടാൻ എന്ത് ചെയ്യണം, ഇത് തേഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ഇത് തേഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞുതരാം. തേഞ്ഞു പോകാതിരിക്കാൻ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ്. ഇനി തേഞ്ഞു പോയ ആളുകളാണെങ്കിലും മുട്ടുവേദന ഇപ്പോൾ ഉണ്ടെങ്കിലും വെയിറ്റ് കുറയ്ക്കുക. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ 1 കിലോ വെയിറ്റ് കൂടിയ 4 കിലോ വെയിറ്റാണ് ഈ മുട്ടിൻ്റെ പുറത്ത് വരിക. അങ്ങനെയാണ് നമ്മളൊരു ബയോ മെക്കാനിക്സ് ഉള്ളത്, നമ്മുടെ ബോഡീൻ്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ്. കാരണം താഴത്ത് നമ്മൾ ചവിട്ടുമ്പോൾ താഴത്തു നിന്നുള്ള പോസും മസിൽസിൻ്റെ കൺട്രാക്ഷനും കാരണം ഈ 1 കിലോ വെയിറ്റ് നിങ്ങൾ കൂടിയാൽ മതി, 4 കിലോ വെയിറ്റ് നിങ്ങളുടെ ഈ മുട്ടിൻ്റെ പുറത്ത് കയറും. 4 കിലോ വെയിറ്റ്. അപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് ചിന്തിക്കുക, 1 കിലോ വെയിറ്റ് കുറച്ചാലോ 4 കിലോ വെയിറ്റ് എന്ത് ചെയ്യും, കാലിൽ കുറയും. അപ്പോൾ നമുക്ക് വെയിറ്റ് കുറക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് മുട്ടുവേദന മാറാനുള്ളത്. അപ്പോൾ എങ്ങനെ വെയിറ്റ് കുറക്കുക? ഷുഗർ കട്ട് ചെയ്യുക, ഷുഗർ കുറക്കുക, നന്നായിട്ട് ചോറ് നന്നായിട്ട് കുറക്കുക, പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുക. വിശപ്പ് കുറയാനും മസിലിൻ്റെ ബിൽഡപ്പിനൊക്കെ നല്ലതാണ് പ്രോട്ടീൻ നന്നായിട്ട് കഴിക്കുന്നത്. ചോറ് ഒരു നേരത്തേക്ക് മാത്രമാക്കി ചുരുക്കുക. നമ്മൾ ഉച്ചയ്ക്ക് മാത്രം ചോറ് കഴിക്കുക. ചോറ് കഴിക്കുമ്പോൾ തന്നെ ഒരു പ്ലേറ്റിൻ്റെ 1/4 ഭാഗത്ത് മാത്രമാക്കി ചോറ് കഴിക്കുക. പിന്നെ എക്സസൈസും പിന്നെ അനാവശ്യമായിട്ടുള്ള ഡ്രിങ്ക്സ്, കൊക്കക്കോള, പെപ്സി തുടങ്ങി അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ വെയിറ്റ് നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ പറ്റും. അതാണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത്. അതാണ് മുട്ടുവേദനയ്ക്ക് ഏറ്റവും റിസൾട്ട് കിട്ടുന്ന പരിപാടി കേട്ടോ, വെയിറ്റ് കുറക്കുക. പിന്നെ നമ്മുടെ എല്ലിൻ്റെ കട്ടി കുറയുക എന്നുള്ളതാണ് ഈ തേയ്മാനം പെട്ടെന്ന് വരാനുള്ള കാരണം. അതിൻ്റെ കാരണം സ്ത്രീകളിലാണെങ്കിൽ പീരിയഡ്സ് കഴിയുമ്പോൾ ഈ എല്ലുകളുടെ ബലം കുറയും, കാരണം ഈസ്ട്രോജൻ നന്നായിട്ട് കുറയും ബോഡിയിൽ. അപ്പോൾ നമ്മുടെ എല്ലിന് ചെറിയ ഓസ്റ്റിയോപോറോസിസ് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ ഉണ്ട്, അതായത് എല്ലിൻ്റെ ബലം കുറഞ്ഞു വരിക. അപ്പോൾ അവർക്ക് അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ പുരുഷന്മാരിലാണെങ്കിലോ അവർക്ക് വരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ കാൽഷ്യം, ഫോസ്ഫറസ്, കൊളാജൻ, അതുപോലെ വൈറ്റമിൻ സി ഇതൊക്കെ കുറയുമ്പോഴാണ് നമുക്ക്
പുരുഷന്മാരിൽ പെട്ടെന്ന് ഈ നീർക്കെട്ട് ഇതിൻ്റെ തേയ്മാനത്തിലേക്ക് കാരണമാവുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിക്കണം? ഈ കാൽഷ്യം ഉള്ളതും ഫോസ്ഫറസ് ഉള്ളതും വൈറ്റമിൻ D3 ഉള്ള ഭക്ഷണങ്ങളും പിന്നെ നമ്മുടെ കൊളാജൻ, വൈറ്റമിൻ സി, ഈ ഭക്ഷണങ്ങൾ നന്നായിട്ട് കഴിക്കണം. അപ്പോൾ ഞാൻ ഓരോന്ന് പറഞ്ഞുതരാം. കാൽഷ്യം ഏറ്റവും കൂടുതലുള്ള ഭക്ഷണം എന്ന് പറയുന്നത് മുട്ട, പാല്, ഇതൊക്കെയാണ് നല്ലതായിട്ട് കാൽഷ്യമുള്ള സാധനം. ഫോസ്ഫറസും ഏകദേശം ആ ഒരു കാറ്റഗറി തന്നെ വരിക. പിന്നെ വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി നമുക്കറിയാം, സിട്രസ് ഫ്രൂട്ട്സുകൾ, ഓറഞ്ച്, അതേപോലെ അംല, നമ്മളെ നെല്ലിക്ക ഉണ്ടല്ലോ, നെല്ലിക്ക. പിന്നെ ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ പേരക്കയിലാണ്. ഗോവയിൽ ഒരു പേരക്ക നിങ്ങൾ ദിവസം കഴിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വൈറ്റമിൻ സി വേണ്ടതൊക്കെ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് നമുക്ക് വൈറ്റമിൻ സി എന്ന് അറിയോ? നമ്മൾ ഈ ബോൺ ഉണ്ടാക്കിയൊരു സാധനമാണ് കൊളാജൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രൊഡക്ഷനും അതേപോലെ അതിൻ്റെ ഫോർമേഷനൊക്കെ നമുക്ക് ഈ വൈറ്റമിൻ സി വേണം. എങ്കിലേ ഈ കൊളാജൻ നമ്മളെ ബോൺ ഉണ്ടാവുകയുള്ളൂ, അവിടെ രൂപപ്പെടുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഈ ബോണിൻ്റെ കട്ടി കുറഞ്ഞ് പെട്ടെന്ന് തേഞ്ഞു പോകും. അപ്പോൾ നമുക്ക് മുട്ടുവേദന പെട്ടെന്ന് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ, പ്രധാനമായിട്ടും. പിന്നെ നമുക്ക് ജനറ്റിക്കലി കിട്ടാം കേട്ടോ, ചില കാരണങ്ങൾ, അൺനോൺ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും അറിയാത്ത കാരണങ്ങൾ കൊണ്ടും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോഴും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാ അസുഖങ്ങളും അങ്ങനെ തന്നെ, കുറേയൊക്കെ നമുക്ക് ഇപ്പോഴും കാരണങ്ങൾ അറിയാത്തതുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കാൽഷ്യമുള്ള, ഫോസ്ഫറസ് ഉള്ളതും അതേപോലെ വൈറ്റമിൻസ് ഉള്ളതൊക്കെ നമ്മൾ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെയാണ് എക്സസൈസ് എന്ന് പറയുന്നത്. എക്സസൈസ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെയിനായിട്ട് നമുക്ക് ചുറ്റുള്ള മസിലുകളെ ഒന്ന് സ്ട്രോങ് ആക്കി എടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ സപ്പോർട്ട് നമുക്ക് ഈ നീ ജോയിൻറ്റിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ആ വേദനയൊക്കെ കുറയുന്നുള്ളതാണ്. അപ്പോൾ അതിന് ചെയ്യേണ്ട എക്സസൈസുകൾ സിമ്പിളാണ്. കാലിതേ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നിങ്ങൾ മുന്നിലേക്കും ബാക്കിലേക്കും ആക്കുക എന്നുള്ളതാണ്. ഒന്ന് ഉയർത്തുക, കാല് ഇങ്ങനെ ഉയർത്തുക മുന്നിലേക്ക്. നമ്മൾ കസേരയിൽ ഇരുന്നിട്ട് കാല് മുന്നിലേക്ക് ഉയർത്തുക, ഒരു കാല്. എന്നിട്ട് ആ കാല് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് അങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് താഴത്തേക്ക് മെല്ലെ ഇറക്കുക. ഇങ്ങനെ മുകളിലേക്ക് 5 സെക്കൻഡ് വെക്കുക, താഴേക്ക് മെല്ലെ ഇറക്കി കൊണ്ടുവരിക. ഇങ്ങനെ ഒരു 10 പ്രാവശ്യം എന്ന് വെച്ചിട്ട് രാവിലെയും രാത്രിയും നിങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെ ആ ഒരു എക്സസൈസിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് ഒരു സ്ഥലത്ത് ഇരിക്കുക. ഇപ്പോൾ നിങ്ങൾ കിടക്കയിലൊക്കെ ഒന്ന് ചാരി ഇരിക്കുക. കിടക്കയിൽ ചാരി ഇരുന്നിട്ട് കാലുകൾ നീട്ടി വെച്ചിട്ടിരിക്കുക. എന്നിട്ട് മുട്ടിൻ്റെ താഴെ ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ ഒരു ടവൽ ചുരുട്ടിയിട്ട് വെക്കുക. ടവൽ ചുരുട്ടി വെച്ചിട്ട് നമ്മൾ ആ ടവലിലേക്ക് നമ്മളിങ്ങനെ അമർത്തുക. ഇതാ ഫോട്ടോയിൽ കാണിക്കുന്നില്ലേ, ഇതേപോലെ ഇങ്ങനെ അമർത്തുക. കാലിലേക്ക് എന്ത് ചെയ്യുക, മുട്ടിങ്ങനെ താഴത്തേക്ക് അമർത്തുക, പൊന്തിക്കുക എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, എക്സസൈസാണ്. ഈ 2 എക്സസൈസും ചെയ്യുമ്പോൾ നമുക്ക് മുട്ടിൻ്റെ മസിലുകൾക്ക് കുറച്ച് സ്ട്രെങ്ത്ത് കിട്ടും. നടക്കാനും നല്ല ഒരു നീരൊക്കെ ഒന്ന് കുറയാനൊക്കെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫുഡുകളില്ലേ, ഓരോ കാൽഷ്യം, വൈറ്റമിൻ സി ഒക്കെ സപ്ലിമെൻറ്റ്സ്, അതൊന്നും നമ്മൾ ഭക്ഷണത്തിലൂടെ മാക്സിമം എടുത്താലും അതിൻ്റെ കറക്റ്റ് ഡോസിലേക്ക് എത്തിക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചില സപ്ലിമെൻറ്റ്സിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോൾ അതേപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സപ്ലിമെൻ്റാണ് ഇത്, ഫോർട്ടിക്ക എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പിന്നെ നമ്മൾ ആവശ്യം പറഞ്ഞ കാൽഷ്യം, സിലിക്ക, ഫോസ്ഫറസ്, വൈറ്റമിൻ D3, മഗ്നീഷ്യം, ഇങ്ങനെ തുടങ്ങി നമുക്ക് ആ ജോയിൻറ്റിൻ്റെ ആ ഒരു ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഡോസിൽ കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ സപ്ലിമെൻറ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഡോസിൽ എത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ പെട്ടെന്ന് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്, ഈ കോമ്പിനേഷൻ കറക്റ്റായിട്ട് വരുമ്പോൾ പെട്ടെന്ന് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇത് ഒരിക്കലും ഒറ്റയ്ക്ക് എടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യരുത്, സ്വന്തമായിട്ട് വാങ്ങി കഴിക്കുന്നത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഓരോ കണ്ടീഷനിൽ കഴിക്കാൻ പറ്റാത്തതുണ്ട്. ഇപ്പോൾ കാൽഷ്യം സപ്ലിമെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡ്സ് ഉള്ള ആളുകൾക്കൊന്നും ഈ ഒരു കാൽഷ്യം സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പറ്റില്ല. അങ്ങനെ കുറേ കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ. ഹൈപ്പർ പാരാതൈറോയിഡ്സ് കേട്ടോ. അപ്പോൾ ഒക്കെ ഉള്ള ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കിയിട്ട് വേണം, അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് മാത്രം ഇങ്ങനത്തെ സപ്ലിമെൻറ്റ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിന് ഈ മുട്ടുവേദനയ്ക്കൊക്കെ നല്ല ട്രീറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം നമുക്ക് കറക്റ്റ് ഡയറ്റ് പ്ലാൻ ചെയ്യുക, അതേപോലെ മെഡിസിൻസൊക്കെ പോകുമ്പോൾ തുടക്കത്തിൽ വരണം. അവസാനത്തേക്ക് എത്തിയാൽ പിന്നെ ഈ തേഞ്ഞ് പോയ സാധനം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ നമുക്കതിൻ്റെ നീര് കുറയ്ക്കാനേ, വേദന കുറയ്ക്കാനൊക്കെ കഴിയുള്ളൂ. എന്നാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ വരുമ്പം തന്നെ ഫസ്റ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഇനി അത് മുന്നോട്ട് പ്രോഗ്രസ് ചെയ്യാതിരിക്കാൻ, ഇനി വഷളാവാതിരിക്കാൻ, തേയ്മാനം വീണ്ടും വരാതിരിക്കാൻ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ മെഡിസിൻസും പോകുമ്പോൾ ഈ തേയ്മാനം പിന്നീട് പോകില്ല. ഉള്ള തേയ്മാനം മെല്ലെ മെല്ലെ നമുക്ക് ശരിയാക്കി എടുക്കുന്ന രീതിക്ക് അതിൻ്റെ വേദനകളൊന്നും ഇല്ലാതെ ജീവിതത്തിന് ക്വാളിറ്റി കൂട്ടി തരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു മുട്ടുവേദനയുടെ കാര്യത്തിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡോക്ടർ മുഹമ്മദ് ഷിബ്ലി, മിസ്രിയ ഹെൽത്ത് കെയർ, പൂക്കോട്ടൂർ, മലപ്പുറം ജില്ല.